ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തെ സർദാർ സരോവർ ഡാമിന് സമീപം പണിതീർത്ത സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. 182 മീറ്റർ ഉയരമുള്ള പട്ടേൽ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ ആദരിച്ചുകൊണ്ടാണ് നർമ്മദ നദീതീരത്തെ സാധുബെഡ് ദ്വീപിൽ 2018 ഈ ഏകതാ പ്രതിമ സ്ഥാപിച്ചത്. 2989 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഈ അതികായ പ്രതിമ പണി തീർത്തിരിക്കുന്നത്. 159 മീറ്ററാണ് ഈ പ്രതിമയുടെ ഉയരം. അതായത് മുൻപ് ഒന്നാം സ്ഥാനം അലങ്കരിച്ചിരുന്ന ചൈനയിലെ സ്വിംഗ് ടെമ്പിൾ ബുദ്ധയേക്കാൾ 23 മീറ്റർ കൂടുതൽ ഉയരമുണ്ട് ഈ പ്രതിമയ്ക്ക്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന വ്യൂവിംഗ് ഗാലറിയിൽ നിന്ന് സർദാർ സരോവർ ഡാമിൻ്റെ മനോഹാരിത വീക്ഷിക്കാൻ കഴിയും. വിന്ധ്യ സത്പുര മലനിരകളുടെയും നർമ്മദ വാലിയുടെയും ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടിയോളം വരും സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന ഈ പ്രതിമ. 2018 നവംബർ മുതൽ 2019 ജനുവരി വരെയുള്ള കാലയളവിൽ 7.81 ലക്ഷം പേരാണ് പട്ടേൽ പ്രതിമ കാണാനെത്തിയത്. കഴിഞ്ഞ 5 വർഷമായി സർദാർ സരോവർ ഡാം കാണാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം പ്രതിവർഷം ശരാശരി 8.22 ലക്ഷമായിരുന്നു. 2018 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായിരുന്ന ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. N&T എന്ന കമ്പനിക്കായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല. പ്രശസ്തനായ ശില്പി രാം സുതാർ ആയിരുന്നു ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അനേകം വ്യത്യസ്ത ചിത്രങ്ങൾ പരിശോധിച്ചതിനും മറ്റു പഠനങ്ങൾക്കും ശേഷമാണ് ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത്. 25,000 ടൺ ഉരുക്കും 90,000 ടൺ സിമൻറ്റും 1850 ടൺ വെങ്കലവും ഉപയോഗിച്ചായിരുന്നു ഈ പ്രതിമ നിർമ്മിച്ചത്. ഏകദേശം 3.5 വർഷത്തോളമായിരുന്നു ഈ പ്രതിമയുടെ നിർമ്മാണ കാലയളവ്. ഏകദേശം 3500 നിർമ്മാണ തൊഴിലാളികളുടെയും 250ഓളം എഞ്ചിനീയർമാരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഈ പ്രതിമ പൂർത്തിയാക്കിയത്. ഈ പ്രതിമയിലെ വെങ്കല പാളികൾ ഉറപ്പിക്കാൻ 200ഓളം ചൈനീസ് വിദഗ്ധരായിരുന്നു പണിയെടുത്തത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ടിക്കറ്റ് എടുത്ത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന ഈ പ്രതിമ സന്ദർശിക്കാം. പുറമേ നിന്നും പ്രതിമയുടെ സൗന്ദര്യം ആസ്വദിക്കാനായി 120 രൂപയുടെ ടിക്കറ്റും അകത്ത് കയറുവാൻ 350 രൂപയുടെ ടിക്കറ്റുമാണ് എടുക്കേണ്ടത്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം. ഗുജറാത്ത് ടൂറിസത്തിൻ്റെ വളർച്ചയിൽ ലോകത്തെ 8ാം അത്ഭുതമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒരു സുപ്രധാന പങ്ക് വഹിക്കുമെന്ന് തീർച്ച. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ അയക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുവരെ ഗുഡ് ബൈ.